ഫുട്ബോൾ എന്ന ലോകത്തെ ഏറ്റവും പോപ്പുലറായ ഏറ്റവും കൂടുതൽ ആരാധകരുള്ള സ്പോർട്സ് അത് ആൾക്കാർക്കൊരു വികാരമായിരിക്കാൻ പ്രത്യേകിച്ച് ഒരു ടൈം പീരീഡിന്റെ ആവശ്യമൊന്നും ഇല്ലെന്നറിയാം. പക്ഷെ ഇപ്പോൾ ക്വാർട്ടർ ഫൈനൽ സ്റ്റേജ് വരെ എത്തി നിൽക്കുന്ന ഈ ഫിഫ വേൾഡ് കപ്പ് ഒക്കെയായി അതിങ്ങനെ ഏറ്റവും കൊടുമ്പിരി കൊണ്ട് നിൽക്കുന്ന ഈ സമയത്ത് ഫുട്ബോളും സ്പോർട്സും ഒരുപോലെ ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടി ഫുട്ബോൾ തന്നെ മെയിൻ തീമായിട്ട് വന്നിട്ടുള്ള 6 മികച്ച സിനിമകൾ നമുക്കൊന്ന് നോക്കിയാലോ. ഏറെ നാളുകൾക്ക് ശേഷമുള്ള ഒരു സിനിമ സജഷൻ വീഡിയോ ആണ്. നിങ്ങൾ ഈ ചാനലിലെ വീഡിയോസ് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് എന്ന കാര്യം പരിഗണിക്കുക. നമുക്ക് എത്രയും വേഗം വീഡിയോയിലേക്ക് പോകാം. കമ ഓക്കെ, ഫുട്ബോൾ കാണുക എന്നത് തന്നെ വല്ലാത്തൊരു ആവേശമാണ് ആളുകൾക്ക്. ഒരു പെർഫെക്റ്റ്ലി എക്സിക്യൂട്ടഡ് പാസ് കാണുമ്പോഴും മാച്ചിന്റെ ഗതി തന്നെ മാറ്റിമറിക്കുന്ന ആ കിടിലൻ ഗോൾ മൊമെന്റ്സ് കാണുമ്പോഴും ഉണ്ടാകുന്ന എക്സൈറ്റ്മെന്റ് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. ഫുട്ബോളിനോടുള്ള ഈ അടങ്ങാത്ത പാഷൻ ആ കളിയോടും കളിക്കാരോടും അതുപോലെ തന്നെ ഫുട്ബോൾ തീമായിട്ടുള്ള മികച്ച സിനിമകളോടും ഒക്കെ അടുക്കാൻ ആളുകളെ പ്രേരിപ്പിക്കാറുണ്ട്. ഫുട്ബോൾ ഹിസ്റ്ററിയിലെ തന്നെ ഏറ്റവും മികച്ച ചില മാച്ചസിന്റെ സ്പിരിറ്റ് വീണ്ടും അനുഭവിക്കാനും വേൾഡ് ഫേമസ് ആയ ചില പ്ലേയേഴ്സിന്റെ ജീവിതം അടുത്തറിയാനുമുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ് ഇത്തരം സിനിമകൾ നമുക്ക് ഒരുക്കി തരുന്നത്. അതിലുപരി ഈ കളിക്ക് പിന്നിലെ ഹാർഡ് വർക്കും ഡെഡിക്കേഷനും ടീം സ്പിരിറ്റും വരച്ചു കാട്ടുന്ന ഈ ചിത്രങ്ങൾ ഫുട്ബോളിനെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാനും ഒരുപക്ഷെ ആ സ്പോർട്സിലേക്ക് തന്നെ ഇറങ്ങിത്തിരിക്കാനും സാധാരണക്കാർക്കും വലിയ ഇൻസ്പിറേഷൻ ആവാറുണ്ട്. സോ മേജർ ടീമുകൾ പലതും ക്വാർട്ടേഴ്സിന് മുമ്പ് തന്നെ എലിമിനേറ്റ് ആയി പോയിരിക്കുന്ന ഈ ഒരു ഫിഫ കാലത്ത് മികച്ച ചില ഫുട്ബോൾ മൂവീസ് കണ്ട് എൻജോയ് ചെയ്യാൻ നിങ്ങൾ റെഡി ആണെങ്കിൽ അതിനുള്ള വകയുമായാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. ടോപ്പ് 6 ഫുട്ബോൾ മൂവീസ് ഓഫ് ഓൾ ടൈം. 6 സിനിമകൾ നമുക്ക് നമ്മുടെ സ്ഥിരം പാറ്റേൺ പോലെ 6th ഫിലിമിൽ നിന്ന് തന്നെ തുടങ്ങാം. ലോസ് ആഞ്ചലസിൽ ഒരു ഗാർഡനറായി ജോലി ചെയ്തിരുന്ന സാന്റിയാഗോ മ്യൂനസ് എന്ന സാധാരണക്കാരനായ ഒരു ഇമിഗ്രന്റ് ലോകമറിയുന്ന പ്രൊഫഷണൽ ഫുട്ബോൾ താരമായി മാറുന്ന ആവേശകരമായ കഥ പറയുന്ന സിനിമാ പരമ്പരയാണ് ഫുട്ബോൾ ആരാധകർക്ക് ഏറെ പ്രിയപ്പെട്ട ദ ഗോൾ ട്രിലജി. 2005 പുറത്തിറങ്ങിയ ആദ്യ ചിത്രമായ ഗോൾ ദ ഡ്രീം ബിഗിൻസ് അദ്ദേഹത്തിന്റെ കഷ്ടപ്പാടുകൾ നിറഞ്ഞ തുടക്കത്തെയും ഫുട്ബോൾ മോഹങ്ങളെയും പറ്റിയാണ് പറയുന്നതെങ്കിൽ 2007 ഇറങ്ങിയ രണ്ടാമത്തെ ചിത്രമായ ഗോൾ ടു ലിവിംഗ് ദ ഡ്രീം റിയൽ മാഡ്രിഡ് ക്ലബിലെ പുതിയ പ്ലെയറായി എത്തുന്ന അദ്ദേഹത്തിന്റെ താരപദവിയും അദ്ദേഹം നേരിടുന്ന പുതിയ വെല്ലുവിളികളുമാണ് വരച്ചു കാട്ടുന്നത്. ഡേവിഡ് ബെക്കം, സിനദിൻ സിദാൻ തുടങ്ങിയ ഇതിഹാസ താരങ്ങളും വേഷമിടുന്ന ഈ പരമ്പരയുടെ അവസാന ഭാഗമായ ഗോൾ 3 ടേക്കിംഗ് ഓൺ ദ വേൾഡിൽ മെക്സിക്കൻ നാഷണൽ ടീമിനായി വേൾഡ് കപ്പ് കളിക്കുന്ന സാന്റിയാഗോയുടെ ജീവിതത്തിലെ പ്രതിസന്ധികളെ കുറിച്ചാണ് പറയുന്നത്. ചുരുക്കത്തിൽ പ്രേക്ഷകരെ ഒരേ സമയം ചിരിപ്പിക്കുകയും കരയിപ്പിക്കുകയും ആവേശം കൊള്ളിക്കുകയും ചെയ്യുന്ന മികച്ചൊരു മോട്ടിവേഷണൽ ജേർണി കൂടെയാണ് ഈ ബ്രിട്ടീഷ് സ്പോർട്സ് ഡ്രാമ ട്രിലജി. സോ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഉറപ്പായും ഈ 3 ചിത്രങ്ങളും ചെക്കൗട്ട് ചെയ്ത് നോക്കുമല്ലോ. നമുക്ക് 5ാമത്തെ ചിത്രത്തിലേക്ക് പോവാം. 2002 ഗുരിന്ദർ ചഡ്ഡ എന്ന ഇന്ത്യൻ വംശജയായ കെനിയൻ ബ്രിട്ടീഷ് ഫിലിം ഡയറക്ടറുടെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ബെൻഡ് ഇറ്റ് ലൈക്ക് ബെക്കം എന്ന ഫേമസ് ബ്രിട്ടീഷ് കമ്മിങ് ഓഫ് ഏജ് സ്പോർട്സ് കോമഡി ഡ്രാമ ചിത്രം ഫുട്ബോൾ കളിക്കാൻ അതിയായി ആഗ്രഹിക്കുകയും എന്നാൽ തന്റെ ട്രഡീഷണൽ കൺസർവേറ്റീവ് പഞ്ചാബി സിഖ് കുടുംബത്തിൽ നിന്ന് ശക്തമായ എതിർപ്പുകൾ നേരിടുകയും ചെയ്യുന്ന ജസ്മിന്ദർ ജസ് ബംറ എന്ന ബ്രിട്ടീഷ് ഇന്ത്യൻ പെൺകുട്ടിയുടെ കഥയാണ് പറയുന്നത്. പ്രശസ്ത ഇംഗ്ലീഷ് ഫുട്ബോൾ താരം ഡേവിഡ് ബെക്കമിന്റെ ഫ്രീ കിക്ക് ടെക്നിക്കിൽ നിന്ന് പേര് സ്വീകരിച്ചിരിക്കുന്ന ഈ സിനിമ ജെൻഡർ ഡിസ്ക്രിമിനേഷൻ, റേസിസം, കൾച്ചർ, ട്രഡീഷൻസും മോഡേൺ ലൈഫും തമ്മിലുള്ള കോൺഫ്ലിക്ട്സ് എന്നീ തീംസ് കൂടി വളരെ മികച്ച രീതിയിൽ കൈകാര്യം ചെയ്യുന്നുണ്ട്. സ്വന്തം സ്വപ്നങ്ങളെ പെർസ്യൂ ചെയ്യേണ്ടതിന്റെയും ഫാമിലീസ് അതിനെ സപ്പോർട്ട് ചെയ്യേണ്ടതിന്റെയും പ്രാധാന്യം ഭംഗിയായി വരച്ചു കാട്ടുന്ന ഈ ഇമോഷണൽ മൂവി ബ്രിട്ടീഷ് സിനിമയിലെ ഒരു ക്ലാസിക്കായും മീഡിയയിലെ സൗത്ത് ഏഷ്യൻ റെപ്രസെന്റേഷന്റെ ഒരു സിഗ്നിഫിക്കന്റ് കൾച്ചറൽ മൈൽ സ്റ്റോൺ ആയും കണക്കാക്കപ്പെടുന്നു. നിങ്ങളും കണ്ടു നോക്കാൻ ശ്രമിക്കുക. നമുക്ക് 4ാമത്തെ സിനിമ നോക്കാം. സ്പോർട്സ് ഡോക്യുമെന്ററികളുടെ ലോകത്ത് തികച്ചും വ്യത്യസ്തവും എക്സ്പെരിമെന്റലുമായ ഒരു സമീപനത്തിലൂടെ ഒരുക്കിയ മികച്ചൊരു കലാസൃഷ്ടിയാണ് സിദാൻ എ 21st സെഞ്ച്വറി പോർട്രേറ്റ് എന്ന ഫ്രഞ്ച് ഡോക്യുമെന്ററി ഫിലിം. 2005 റിയൽ മാഡ്രിഡും വിയാറിയാലും തമ്മിൽ നടന്ന ഒരൊറ്റ ഫുട്ബോൾ മാച്ചിനെ ഫ്രഞ്ച് ഫുട്ബോൾ ലെജൻഡ് സിനദിൻ സിദാന്റെ പെർസ്പെക്റ്റീവിലൂടെ അവതരിപ്പിക്കുകയാണ് ഈ ചിത്രം ചെയ്യുന്നത്. ഒരേ സമയം 17 ക്യാമറാസ് യൂസ് ചെയ്ത് ഫിലിം ചെയ്തിരിക്കുന്ന ഈ ഡോക്യുമെന്ററി മാച്ചിലുടനീളമുള്ള സിദാന്റെ മൂവ്മെന്റ്സിലേക്കും ഇമോഷൻസിലേക്കും തോട്ട് പ്രോസസ്സിലേക്കുമാണ് ഫോക്കസ് ചെയ്യുന്നത്. ക്ലോസപ്പ് ഷോട്ട്സ്, സ്ലോ മോഷൻ സീക്വൻസസ്, നാച്ചുറൽ ആംബിയന്റ് സൗണ്ട്സ് എന്നിവയുടെ മികച്ച കോമ്പിനേഷനിലൂടെ ഫുട്ബോൾ ഗ്രൗണ്ടിൽ ഒരു പ്ലെയറുടെ മനസ്സിലൂടെയും ഹൃദയത്തിലൂടെയും കടന്നു പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് പ്രേക്ഷകർക്ക് ആഴത്തിലുള്ളതും വേറിട്ടതുമായ ഒരു അനുഭവം നൽകാൻ സാധിക്കുന്നുണ്ട്. ഒരു ഫുട്ബോൾ താരത്തിന്റെ ഹ്യൂമൻ എക്സ്പീരിയൻസിനെ, അതായത് മാനസിക അനുഭവങ്ങളെ അടുത്തറിയാൻ സഹായിക്കുന്ന ഈ ചിത്രം വളരെയധികം ക്രിട്ടിക്കൽ അക്ലൈം നേടിയ ഒരു ക്ലാസിക് ഡോക്യുമെന്ററിയും ഫുട്ബോൾ ഫാൻസ് തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒരു വർക്കും കൂടെയാണ് എന്നതിൽ യാതൊരു സംശയവുമില്ല. സോ നിങ്ങൾ മിസ് ചെയ്യില്ലെന്ന് കരുതുന്നു. അപ്പോൾ അടുത്ത ഫിലിം നോക്കിയാലോ.
സിൽവെസ്റ്റർ സ്റ്റലോൺ, മൈക്കൽ കെയ്ൻ എന്നിങ്ങനെ ഒരു വൻ താരനിരയ്ക്കൊപ്പം ഇതിഹാസ താരം പെലെ കൂടി ഭാഗമായി 1981 പുറത്തിറങ്ങിയ എക്കാലത്തെയും മികച്ച ക്ലാസിക് സ്പോർട്സ് ഡ്രാമയാണ് എസ്കേപ്പ് ടു വിക്ടറി എന്ന അമേരിക്കൻ സ്പോർട്സ് വാർ ഫിലിം. സെക്കൻഡ് വേൾഡ് വാറിന്റെ കാലത്ത് ജർമ്മൻ നാഷണൽ ടീമിനെതിരെ ഒരു ഫുട്ബോൾ മാച്ച് കളിക്കാൻ ചാലഞ്ച് ചെയ്യപ്പെടുന്ന അലൈസ് മിലിറ്ററി കോalitionന്റെ ഭാഗമായ ഒരു കൂട്ടം വാർ പ്രിസണേഴ്സ് അഥവാ യുദ്ധ തടവുകാർ ആ മത്സരത്തിനോടൊപ്പം തന്നെ ജയിൽ ചാടാൻ കൂടി നടത്തുന്ന രഹസ്യ നീക്കങ്ങളുടെ വ്യത്യസ്തവും ആകർഷകവുമായ കഥയാണ് ഈ ചിത്രത്തിൽ കാണിക്കുന്നത്. ഫുട്ബോൾ താരങ്ങളായ ബോബി മൂർ, ഓസ്വാൾഡോ അർഡിലിയസ്, മൈക്ക് സമ്മർബി എന്നിവർക്ക് പുറമെ റോക്കി സിനിമ ഫ്രാഞ്ചൈസിയിലൂടെ പ്രശസ്തനായ ബിൽ കോണ്ടിയുടെ മികച്ച മ്യൂസിക് സ്കോറും ഈ ചിത്രത്തെ കൂടുതൽ സ്റ്റാൻഡ് ഔട്ട് ചെയ്യാൻ സഹായിക്കുന്നുണ്ട്. അതിഗംഭീരമായി ചിത്രീകരിച്ചിരിക്കുന്ന ഫുട്ബോൾ മാച്ചസും ആക്ഷൻ രംഗങ്ങളും കൊണ്ട് സമ്പന്നമായ ഈ ചിത്രം റിലീസ് ടൈമിൽ വലിയ കമേഴ്ഷ്യൽ സക്സസും ക്രിട്ടിക്കൽ പ്രൈസും നേടിയിരുന്നു. ലോകമെമ്പാടുമുള്ള ഫുട്ബോൾ ഫാൻസ് മാത്രമല്ല എല്ലാ തരം സ്പോർട്സ് ആരാധകർക്കും കണ്ടിരിക്കേണ്ട ഒരു ക്ലാസിക് മൂവിയായാണ് എസ്കേപ്പ് ടു വിക്ടറി ഇന്ന് കണക്കാക്കപ്പെടുന്നത്. അപ്പോൾ ലെറ്റ്സ് മൂവ് ഓൺ ടു ദ സെക്കൻഡ് ഫിലിം. ഡേവിഡ് പീസ് എന്ന ഇംഗ്ലീഷ് റൈറ്ററുടെ ഒരു ഫേമസ് നോവലിനെ ബേസ് ചെയ്ത് 2009 പുറത്തിറങ്ങിയ കമന്റബിൾ ആയ ഒരു ബ്രിട്ടീഷ് ബയോഗ്രഫിക്കൽ സ്പോർട്സ് ഡ്രാമയാണ് ദ ഡാം യുണൈറ്റഡ്. ഇന്നോളം നിർമ്മിക്കപ്പെട്ട ഫുട്ബോൾ മൂവീസിലെ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്നതായി കണക്കാക്കപ്പെടുന്ന ഈ ഫിലിം 1974 ഇംഗ്ലീഷ് ക്ലബായ ലീഡ്സ് യുണൈറ്റഡിന്റെ കോച്ചായി എത്തിയ ബ്രയൻ ക്ലഫിന്റെ 44 ദിവസത്തെ കൈപ്പേറിയ അനുഭവങ്ങളാണ് പറയുന്നത്. മൈക്കൽ ഷീൻ എന്ന ഫേമസ് ആക്ടർ പ്രധാന വേഷത്തിൽ എത്തുന്ന ഈ ചിത്രം താൻ വെറുക്കുന്നതും തന്നെ തിരിച്ചും വെറുക്കുന്നതുമായ ഒരു ടീമിന്റെ ചുമതല ഏൽക്കേണ്ടി വരുന്ന ക്ലഫിന്റെ ജീവിതത്തിനൊപ്പം പവർ, ലീഡർഷിപ്പ്, റിഡംഷൻ എന്നീ വിഷയങ്ങൾ കൂടി പ്രധാനമായും ഡിസ്കസ് ചെയ്യുന്നുണ്ട്. തന്റെ പ്രധാന എതിരാളിയായ ഡോൺ റെവിയോടുള്ള വാശിയും സ്വയം തെളിയിക്കാനുള്ള അമിതാവേശവും കാരണം അദ്ദേഹത്തിന് സംഭവിക്കുന്ന പിഴവുകളും ഒടുവിൽ ജോലി നഷ്ടപ്പെടുന്നത് വരെ കാര്യങ്ങൾ എത്തുന്നതുമാണ് സിനിമയുടെ മെയിൻ പ്ലോട്ട് ലൈൻ. ഫുട്ബോളിന് പിന്നിലെ ബിഹൈൻഡ് ദ സീൻസ് പോളിറ്റിക്സും ഒരു കോച്ച് നേരിടുന്ന ചാലഞ്ചസും വളരെ റിയലിസ്റ്റിക് ആയി പ്രസന്റ് ചെയ്യുന്നതിനൊപ്പം 1970s ഇംഗ്ലീഷ് ഫുട്ബോൾ അറ്റ്മോസ്ഫിയർ കൃത്യമായി റിക്രിയേറ്റ് ചെയ്യുന്നതിലൂടെയും മൈക്കൽ ഷീന്റെ ഗംഭീര പെർഫോമൻസിലൂടെയുമാണ് ദ ഡാം യുണൈറ്റഡ് ഓഡിയൻസിന്റെയും റിവ്യൂവേഴ്സിന്റെയും പ്രശംസ നേടിയത്. സോ എടുത്തു പറയണ്ടല്ലോ, ഡു ചെക്ക് ഔട്ട്. നമുക്ക് ഇന്നത്തെ ലാസ്റ്റ് ഫിലിം, അതായത് സത്യത്തിൽ ഫസ്റ്റ് ഫിലിം കൂടി നോക്കിക്കളയാം. ബ്രസീലിലെ ഒരു ദരിദ്ര പശ്ചാത്തലത്തിൽ ജനിച്ചു വളർന്ന എഡ്സൺ അരാൻഡോ നസ്മാന്റോ എന്ന പയ്യൻ ലോകം കണ്ട് എക്കാലത്തെയും വലിയ ഫുട്ബോൾ ലെജൻഡായ പെലെ ആയി മാറിയ അദ്ദേഹത്തിന്റെ ജീവിത കഥ പറയുന്ന അമേരിക്കൻ ബയോഗ്രഫിക്കൽ ഫിലിമാണ് 2016 പുറത്തിറങ്ങിയ പെലെ ബർത്ത് ഓഫ് എ ലെജൻഡ്. കടുത്ത ദാരിദ്ര്യവും ഡിസ്ക്രിമിനേഷൻസും സാമൂഹിക വേർതിരിവുകളും നിറഞ്ഞ തന്റെ കുട്ടിക്കാലത്തെ അതിജീവിച്ച് സ്വന്തം പ്രയത്നം കൊണ്ട് മാത്രം വലിയൊരു സ്വപ്നത്തിലേക്ക് നടന്നു കയറിയ അദ്ദേഹത്തിന്റെ ഇമോഷണലും ഇൻസ്പിറേഷണലുമായ യാത്രയാണ് ഈ ചിത്രം വരച്ചു കാട്ടുന്നത്. പെലെയായി കെവിൻ ഡെ പോല എന്ന പയ്യനും അഭിനയിച്ച ഈ ചിത്രം പെലെയുടെ ഫുട്ബോളിനോടുള്ള ഡെഡിക്കേഷനും അദ്ദേഹത്തിന്റെ യുണീക് സ്റ്റൈൽ ഓഫ് പ്ലേയും ബ്രസീലിയൻ ഫുട്ബോളിൽ അദ്ദേഹം ഉണ്ടാക്കിയ വലിയ മാറ്റങ്ങളും കൃത്യമായി അടയാളപ്പെടുത്തുന്നുണ്ട്. ഫുട്ബോൾ ചരിത്രത്തിലെ തന്നെ ഐക്കോണിക് മൊമെന്റ് ആയ പെലെയുടെ ദ സിഗ്നേച്ചർ ബൈസൈക്കിൾ കിക്ക് മികച്ച രീതിയിൽ അവതരിപ്പിച്ചിരിക്കുന്ന രംഗങ്ങൾ ഈ സിനിമയുടെ മറ്റൊരു വലിയ പ്രത്യേകതയാണ്. മനോഹരമായ സിനിമാറ്റോഗ്രഫിക്കും അദ്ദേഹത്തിന്റെ ആദ്യകാല ജീവിതത്തിന്റെ വളരെ റിയലിസ്റ്റിക് ആയ പോർട്രയലിനും വലിയ പ്രശംസ ലഭിച്ചെങ്കിലും ക്രിട്ടിക്സ് പൊതുവെ മിക്സഡ് റിവ്യൂസ് ആണ് നൽകിയത്. എന്നാൽ നമ്മളെ പോലെയുള്ള സാധാരണ ഓഡിയൻസ് ഇരു കൈയും നീട്ടി സ്വീകരിച്ച ഈ സിനിമ സ്പോർട്സ് ലവേഴ്സ് മാത്രമല്ല, മോട്ടിവേഷണൽ സ്റ്റോറീസ് ഇഷ്ടപ്പെടുന്ന എല്ലാവരും തന്നെ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഒന്നാണ് എന്ന കാര്യത്തിൽ തർക്കമുണ്ടെന്ന് തോന്നുന്നില്ല. ഇന്ന് നമ്മൾ പറഞ്ഞ ഈ ചിത്രങ്ങളിൽ പലതും വിവിധ OTT പ്ലാറ്റ്ഫോംസോ ടെലഗ്രാം പോലുള്ള മറ്റ് മാർഗങ്ങളിലൂടെയോ നിങ്ങൾക്ക് കാണാൻ കഴിയുമെങ്കിലും സിദാൻ എ 21st സെഞ്ച്വറി പോർട്രേറ്റ് അത്ര ഈസിലി ആക്സസിബിൾ അല്ലാത്തതിനാൽ ആ ചിത്രം നിലവിൽ കാണാൻ കഴിയുന്ന ഒരു ഗൂഗിൾ ഡ്രൈവ് ലിങ്ക് കൂടി ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. എത്ര നാൾ അവൈലബിൾ ആയിരിക്കും എന്നറിയില്ല, സോ ഡൗൺലോഡ് ചെയ്തും വെക്കാവുന്നതാണ്. ഇത് കൂടാതെ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്ത മറ്റുള്ള സിനിമകളും സിനിമാ വേൾഡിലെ അനേകം മികച്ച ഫുട്ബോൾ സിനിമകളിൽ ഏറ്റവും മികച്ച ചിലത് മാത്രമാണ്. ആൻഡ് ഇതിലെ ഓരോ സിനിമയ്ക്കും അതിൻ്റെതായ വേറിട്ട കഥയും തീമും ഉണ്ട്. അത് പ്രേക്ഷകർക്ക് മനസ്സിൽ ബാക്കി നിൽക്കുന്ന തരത്തിലുള്ള വ്യൂയിങ് എക്സ്പീരിയൻസ് തരുന്നവയുമാണ്. പക്ഷെ ഓരോരുത്തരുടെയും സിനിമ ടേസ്റ്റ് വ്യത്യസ്തമായിരിക്കുമല്ലോ. സോ ഈ കൂട്ടത്തിൽ നിന്നുള്ളതോ ഇവയ്ക്ക് പുറമെ നിന്നുള്ളതോ ആയ നിങ്ങളുടെ ഫേവറേറ്റ് ഫുട്ബോൾ മൂവീസ് അല്ലെങ്കിൽ സ്പോർട്സ് മൂവീസ് ഏതൊക്കെയാണെന്ന് കമന്റ് ചെയ്യാൻ ശ്രമിക്കുക. കൂടാതെ വീഡിയോസ് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കില്ലല്ലോ. നമുക്ക് മറ്റൊരു വീഡിയോയുമായി കാണാം. അതുവരെ ബൈ.